ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് മറന്നാലും ഈ തൈറോയിഡിൻ്റെ മരുന്ന് മറന്നിട്ട് പോയാൽ ഉമ്മാൻ്റെ അടുത്ത് എനിക്ക് നല്ലോണം ചീത്ത വെക്കും. അത് മറക്കാതിരിക്കാൻ ഞാൻ നേരെ ടേബിളിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നേ. സ്കൂളിലേക്ക് മോൻ അതന്നെയാണ് കൊടുത്തു വിട്ട്. ഓനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് വേണം എനിക്കും മോൾക്കും വീട്ടിൽ പോകാൻ. സ്നാക്സായിട്ട് കൊടുത്തു വിട്ടത് നേന്ത്രപ്പഴം പൊരിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ റെഡിയാവാൻ നിൽക്കുന്ന നേരത്താണ് മോളുടെ ക്ലാസ് ടീച്ചർ ഫോൺ വിളിച്ചിട്ട് അവൾ ചേർന്ന പരിപാടീൻ്റെ വീഡിയോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞത്. അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീഡിയോസ് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ റെഡിയായി വീട് എത്തുമ്പോഴത്തേനും ഉച്ചയായി. ഉപ്പ പള്ളിക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഉമ്മാൻ്റെ ഗാർഡനൊക്കെ കുറച്ച് നേരം ഞങ്ങൾ കാഴ്ചയും കണ്ടു നിന്നു. ഉമ്മാൻ്റെ ഒരു സ്ട്രെസ് റിലീഫിങ് ഏരിയയാണ് ഇത്. ഇവിടെ കിടന്ന് കുറച്ച് കുത്തിമാന്തി നിന്നാൽ ഉമ്മാൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് ഉമ്മ പറയാറുള്ളത്. ഞങ്ങൾ വീട്ടിനുള്ളിൽ കയറിയപ്പോൾ മോള് പിന്നെ അതാ ടി വിയും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആരുമില്ലാത്ത സ്ഥിതിക്ക് ഈ ടി വിൻ്റെ അവകാശി ഇപ്പോൾ തൽക്കാലം അവളാണ്. ഉമ്മാൻ്റെ കൈകൊണ്ട് ചോറ് കഴിച്ചിട്ട് കുറച്ചധികം ദിവസമായി. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനും നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാത്തൂൻ്റെ വക ഒരു സ്പെഷ്യൽ അരിപ്പായസം ഉണ്ടായിരുന്നു, അതും കുശാലായിരുന്നു. പിന്നെ ഇവിടെ ആര് വന്നാലും എന്ത് ഭൂകമ്പം സംഭവിച്ചാലും ഉച്ച ഉറക്കം മസ്റ്റാണ്. അങ്ങനെ എല്ലാവരും കടന്നുറങ്ങി. അതിന് ശേഷം വീണ്ടും ഒരു ചായയിലോട്ടാണ് പരിപാടി. ഞാൻ ചില സമയത്തൊക്കെ ഈ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഉമ്മമാരുണ്ടാക്കി തരുമ്പോൾ ഒരു രുചി പ്രത്യേകം കൂടുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ തീറ്റപ്പെട്ടി. ഇതിൽ ഇല്ലാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. വിശക്കണവർ ഇവിടെ വന്ന് കൈയിട്ട് മാന്തി എടുക്കുക. ഇതാണ് ഞാൻ പല കഥകളിലും പറഞ്ഞ എൻ്റെ വല്യമ്മ. ആളൊരു പുലിയായിരുന്നു, പക്ഷെ പാവം ഇപ്പോൾ വയ്യാതായി കിടക്കുകയാണ്. അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ വന്ന സന്തോഷത്തിൽ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.